വധശിക്ഷ കാത്ത് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചന കാര്യത്തിൽ വീണ്ടും തടസ്സങ്ങളാണ് ഇപ്പോൾ കടന്നുവരുന്നത്. താൽക്കാലികമായി വധശിക്ഷ സ്റ്റേ ചെയ്തെങ്കിലും തലാലിൻ്റെ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറല്ലെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. മോചനവുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ തുടരവേ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ അബ്ദു മഹദി ദിവസം ചെല്ലുന്തോറും തൻ്റെ നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണ്. സഹോദരൻ്റെ ഖബറിടം സന്ദർശിച്ച ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചുകൊണ്ട് താൻ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. സമയമെടുത്താലും ദൈവം വാഗ്ദാനം ചെയ്ത വിജയം ലഭിക്കുക തന്നെ ചെയ്യും എന്ന് സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി ആ ചിത്രത്തിനൊപ്പം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ രക്തത്തിന് പ്രതികാരം ചോദിക്കുന്നവനാണെങ്കിൽ അതാണ് നിങ്ങളുടെ വിധി. കുറച്ച് സമയമെടുത്താലും ദൈവസഹായത്താൽ നിങ്ങൾക്കുള്ള വാഗ്ദത്ത വിധി ആണത്. അക്രമത്തിന് ഇരയായതിനു ശേഷം ആരെങ്കിലും സ്വയം പ്രതിരോധിച്ചാൽ അവർക്കെതിരെ കുറ്റമില്ല എന്ന് ഖുർആൻ പറയുന്നു. കാരുണ്യത്തിൻ്റെ മേഘങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ പൊതിയട്ടെ എന്നാണ് തലാലിൻ്റെ സഹോദരൻ എഴുതിയിരിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ അതല്ലാതെ മറ്റൊരു ഒത്തുതീർപ്പിനും ഞങ്ങൾ തയ്യാറല്ലെന്ന് നേരത്തെയും സഹോദരൻ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. അനുരഞ്ജന ശ്രമങ്ങളോടുള്ള തങ്ങളുടെ നിലപാട് വ്യക്തമാണ്. ദൈവത്തിൻ്റെ നീതി കേസിൽ നടപ്പാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതല്ലാതെ മറ്റൊരു ആവശ്യവുമില്ലെന്നും തലാലിൻ്റെ സഹോദരൻ മാധ്യമങ്ങളോടും സമൂഹ മാധ്യമങ്ങളിലും പറഞ്ഞിരുന്നു. നിമിഷപ്രിയ കേസിൽ സാമുവൽ ജെറോമിൻ്റെ അവകാശവാദങ്ങൾ തള്ളിക്കൊണ്ടും മഹദി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. സാമുവലിനെതിരെ മഹദി ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. സേവ് നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ കാലങ്ങളായി സാമുവൽ ജെറോമിനെതിരെ ഉന്നയിക്കുന്ന സാമ്പത്തിക തട്ടിപ്പുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളെ ശരിവെക്കുന്നത് കൂടിയാണ് ഇപ്പോൾ അബ്ദുൽ ഫത്താഹ് മഹദിയുടെ ഈ പോസ്റ്റും. കേസിലെ അഭിഭാഷകൻ എന്ന പേരിലായിരുന്നു സാമുവൽ ജെറോം മലയാളം മാധ്യമങ്ങളിലും BBC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നത്. എന്നാൽ സാമുവൽ ജെറോം അഭിഭാഷകൻ അല്ലെന്നും പ്രതിയുടെ കുടുംബത്തിൻ്റെ യമനിലെ പ്രതിനിധിയായി പവർ ഓഫ് അറ്റോർണിയുള്ള ആൾ മാത്രമാണെന്നും അബ്ദുൽ ഫത്താഹ് പറയുന്നു. ഈ കേസിൽ ഇതുവരെ കാര്യമായ യാതൊരു ഇടപെടലും സാമുവൽ നടത്തിയിട്ടില്ലെന്നും ഇന്നേവരെ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ഞങ്ങളെ ബന്ധപ്പെടുകയോ വിളിക്കുകയോ ഒരു ടെക്സ്റ്റ് മെസ്സേജ് പോലും അയച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് വധശിക്ഷ വിധി അംഗീകരിച്ച ശേഷമാണ് സനയിൽ വെച്ച് ആദ്യമായി സാമുവലിനെ കാണുന്നതെന്നും അപ്പോൾ സന്തോഷവാനായി എന്നോട് അദ്ദേഹം അഭിനന്ദനങ്ങൾ എന്നാണ് പറഞ്ഞതെന്നും മഹദി ആരോപിക്കുന്നു. മധ്യസ്ഥ ചർച്ചയ്ക്ക് എന്ന പേരിൽ അവസാനം കൈപ്പറ്റിയ $44,000 ഉൾപ്പെടെ അനേകം പണം സാമുവൽ കരസ്ഥമാക്കിയിട്ടുണ്ടെന്നും തൻ്റെ സഹോദരൻ്റെ രക്തത്തിൽ വ്യാപാരം നടത്തുകയാണെന്നും മഹദി കുറ്റപ്പെടുത്തുന്നുണ്ട്. അറബിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും പങ്കുവച്ച പോസ്റ്റിൽ സാമുവൽ ജെറോം പല വേദികളിൽ നിന്നും പണം പിരിക്കുന്നു എന്നും പറയുന്നു. മധ്യസ്ഥതയുടെ പേരിൽ ഇദ്ദേഹം ഒരിക്കൽ പോലും തൻ്റെ കുടുംബത്തെ ബന്ധപ്പെട്ടിട്ടില്ല എന്നും എന്നാൽ ആ പേര് പറഞ്ഞ് ഇയാൾ പണം പിരിക്കുകയാണെന്നും ഇക്കാര്യം തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നതായും ഫത്താഹ് അബ്ദുൽ മഹദി ആ പോസ്റ്റിൽ പറയുന്നു. അബ്ദുൽ മഹദിയുടെ ഈ പോസ്റ്റിന് പിന്നാലെ സുപ്രീം കോടതി അഭിഭാഷകനും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ ഉപദേഷ്ടാവുമായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ രംഗത്ത് വന്നു. ഒരേ സമയം ദയകാത്ത് കഴിയുന്ന നിമിഷയുടെ കുടുംബവും ഇരയായ തലാൽ മഹദിയുടെ കുടുംബവും വഞ്ചിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങൾ പൂർണ്ണമായും തലാലിൻ്റെ കുടുംബത്തിൻ്റെ വികാരങ്ങളെ മാനിക്കുന്നു. തെറ്റ് ചെയ്ത സഹോദരി നിമിഷപ്രിയയ്ക്ക് വേണ്ടി നിരുപാധികം മാപ്പിരക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു. മോചനത്തിനായി സാമുവലിന് $44,000 നൽകി. അത് എന്തിനാണ് ഉപയോഗിച്ചതെന്ന് അറിയിച്ചിട്ടില്ല. ദയവ് ചെയ്ത് മോചന ശ്രമങ്ങളെ പരാജയപ്പെടുത്തരുത് എന്നായിരുന്നു സുഭാഷ് ചന്ദ്രൻ്റെ പ്രതികരണം.